തേനിലും മധുരം വേദമല്ലാതെ. കർത്താവിൻ്റെ പൊന്നുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തക പഠനത്തിനായി ഏവരെയും സ്വാഗതം ചെയ്യുന്നു. 20-ാം അധ്യായത്തിൽ അന്ത്യന്യായവിധിയെക്കുറിച്ചാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചുകൊണ്ടിരുന്നത്. തുടർന്ന് 21-ാം അധ്യായം ഇന്ന് പഠിക്കുവാൻ തുടങ്ങുകയാണ്. അധ്യായം 21. പുതിയ ആകാശം, പുതിയ ഭൂമി, പുതിയ യെരൂശലേം. സാത്താനെയും സംഘത്തെയും ന്യായം വിധിച്ച് അഗ്നി നരകത്തിൽ തള്ളിക്കളഞ്ഞ ശേഷം വെള്ള സിംഹാസനത്തിന് മുമ്പിൽ വെച്ച് സകല ദുഷ്ട മനുഷ്യരെയും ദൈവം ന്യായം വിധിച്ച് അഗ്നി നരകത്തേക്ക് അവരോടൊപ്പം എന്നേക്കുമായി തള്ളിക്കളഞ്ഞല്ലോ. അതുവരെ നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. തുടർന്ന് വിശുദ്ധ ദൈവജനത്തിന്റെ രക്തം ചിന്തിയ ഭൂമിയെയും സാത്താൻ പാർപ്പിനായി ഉപയോഗിച്ചിരുന്ന ആകാശത്തെയും അഗ്നിയാൽ നശിപ്പിക്കുവാൻ പോവുകയാണ്. മലാഖി 4-ാം അധ്യായം 1 ഇപ്രകാരം പറയുന്നു: ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അന്ന് അഹങ്കാരികളും സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും. 2 പത്രോസ് 3-ാം അധ്യായം 7, 10 എന്നീ വാക്യങ്ങളിൽ പറയുന്നു: പണ്ടുള്ള ആകാശവും ഭൂമിയും ജലപ്രളയത്താൽ മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും തീക്കായി സൂക്ഷിച്ചും ഭക്തികെട്ട മനുഷ്യരുടെ ന്യായവിധിയും നാശവും സംഭവിപ്പാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു. അതിൻ്റെ 10-ാം വാക്യം: കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയും, ഭൂമിയും അതിലെ സകല പണികളും വെന്തുപോകും. ഇപ്രകാരം ഭൂമിയെയും ആകാശത്തെയും അഗ്നിയാൽ നശിപ്പിച്ച ശേഷം ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും ഒരു പുതിയ യെരൂശലേമും സ്ഥാപിക്കുകയാണ്. വെളിപ്പാട് 21-ന്റെ 1 മുതൽ 3 വരെ. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനി ഇല്ല. യെശയ്യാവ് 65-ാം അധ്യായം 17. ഇതാ, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. മുമ്പിലത്തേത് ആരും ഇനി കാണുകയില്ല, ആരുടെയും മനസ്സിൽ വരികയുമില്ല. ഇനിയും ഈ പുതിയ ഭൂമിയുടെ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് പഠിക്കാം. 1, സമുദ്രമില്ല. ഉൽപ്പത്തി 1-ാം അധ്യായം നാം പഠിക്കുമ്പോൾ ദൈവത്തോട് സമനാകുവാൻ ആഗ്രഹിച്ച സാത്താനെ ദൈവം ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞുവല്ലോ. അപ്പോൾ അവൻ ഭൂമിയിൽ പാർക്കുവാൻ ശ്രമിച്ചു. എന്നാൽ അവൻ ഭൂമിയിൽ പാർക്കാതിരിക്കുവാൻ ദൈവം ഭൂമിയെ വെള്ളം കൊണ്ട് മൂടിക്കളഞ്ഞു. അങ്ങനെ ഭൂമി പാഴും ശൂന്യവുമായി തീർന്നു. യുഗങ്ങൾക്ക് ശേഷം ഭൂമിയെ മടക്കിക്കൊണ്ട് വന്നപ്പോൾ ഈ വെള്ളത്തെ ദൈവം ഒരു ഭാഗത്തേക്ക് മാറ്റി. ഈ വെള്ളങ്ങളുടെ കൂട്ടത്തെയാണ് ദൈവം സമുദ്രം എന്ന് പേരിട്ടത്. സാത്താൻ മുഖാന്തരം ഭൂമി പാഴും ശൂന്യമായി തീരുവാൻ കാരണമായ സമുദ്രം പുതിയ ഭൂമിയിൽ കാണുകയില്ല. അതിനാൽ ഭൂഖണ്ഡങ്ങളില്ല, ഒറ്റ ഭൂമിയായിരിക്കും. സമുദ്രമില്ലാത്തതിനാൽ ഭൂമിയുടെ വിസ്തീർണവും കൂടും. രണ്ടാമതായി, മരുഭൂമിയില്ല. സാത്താനാൽ വഞ്ചിക്കപ്പെട്ട മനുഷ്യന്റെ പാപനിമിത്തം ശപിക്കപ്പെട്ട ഭൂമി മുള്ളും പറക്കാരെയും കൊണ്ട് നിറയപ്പെട്ട് മരുഭൂമിയായത് നിമിത്തം ഉപയോഗശൂന്യമായി. ഈ മരുഭൂമികളെല്ലാം മാറ്റി ഉദ്യാനങ്ങളും നീരുറവുകളും കൃഷിഭൂമിയുമായി തീർത്തതിനാൽ പുതിയ ഭൂമിയിൽ മരുഭൂമി ഇല്ല. വചനം ഇങ്ങനെ പറയുന്നു: നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പൂക്കും, മുന്തിരിവള്ളി ഫലം കായ്ക്കും, ആകാശം മഞ്ഞ് പൊഴിക്കും. സഖറിയാവിൻ്റെ പുസ്തകം 8-ാം അധ്യായം 12-ാം വാക്യം, യെശയ്യാവ് 35-ന്റെ 1 ഇവ വായിക്കുക. 3,
യുദ്ധമോ ക്ഷാമമോ ഭൂകമ്പമോ അവിടെ ഇല്ല. പുതിയ ഭൂമിയിൽ സാത്താനോ അവൻ കയ്യിലെടുത്ത് ഉപയോഗിച്ചിരുന്ന ദുഷ്ട മനുഷ്യരോ മതങ്ങളോ രാഷ്ട്രീയമോ ഒന്നുമില്ലാത്തതിനാൽ യാതൊരു കലാപങ്ങളോ സമരങ്ങളോ യുദ്ധങ്ങളോ ഉണ്ടാവില്ല. സമുദ്രവും മരുഭൂമിയും ഇല്ലാത്തതിനാൽ കൃഷിക്ക് വേണ്ടുവോളം സ്ഥലമുണ്ടായിരിക്കും. ഭൂമി 100 മേനി വിള തരും. നല്ല കാലാവസ്ഥയായതിനാൽ ക്ഷാമം ഒട്ടും തന്നെ ഇല്ല. പുതിയ ഭൂമി പാലും തേനും ഒഴുകുന്ന സുന്ദര ദേശവും സ്വർഗം പോലെ മനോഹരവുമായിരിക്കും. നല്ല കാലാവസ്ഥയായതിനാൽ പ്രകൃതി ദുരന്തങ്ങളോ ഭൂകമ്പങ്ങളോ ഉണ്ടാകയില്ല. യഹോവയുടെ ആലയത്തിൽ നിന്നും പുറപ്പെടുന്ന ജീവജല നദി 4 ശാഖകളായി പിരിഞ്ഞ് ഭൂമി മുഴുവനും ചുറ്റി ഒഴുകി ഭൂമിയെ നനയ്ക്കുന്നതിനാൽ ജലക്ഷാമമേ ഇല്ല. യോവേൽ പ്രവചനം 3-ാം അധ്യായം 18-ാം വാക്യം. ജനം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി ഒരേ ഒരു ജാതിയും, അവിടെ ജാതികളൊന്നും വേറെ ജാതി വ്യത്യാസങ്ങളൊന്നും പറയാനില്ല, കാരണം എല്ലാവരും ഒരേ ജാതിയായിരിക്കും. ദൈവത്തിന് സ്വന്തം ജനം, ഒരേ ഒരു രാജ്യം, ഇങ്ങനെ ആയിരിക്കും. ജനം യഹോവയായ ഏക സത്യദൈവമായ കർത്താവിനെ ആരാധിക്കും. 4, രോഗമോ മരണമോ നിലവിളിയോ ഇല്ല. വിഷമാലിന്യങ്ങളില്ലാത്ത നല്ല വിള ലഭിക്കുന്നതിനാൽ പോഷകസമൃദ്ധമായ നല്ല ഭക്ഷണം വേണ്ടുവോളം ഉള്ളതിനാലും രോഗങ്ങൾ ഇല്ല. ജനം ആരോഗ്യവാന്മാരായിരിക്കും. കന്യകമാരും ബാലന്മാരും യൗവനക്കാരും വൃദ്ധന്മാരും ഒരുപോലെ ആനന്ദ നൃത്തം ചെയ്യും. അതിനാൽ വാർദ്ധക്യമില്ല, മരണമില്ല. മരണമില്ലാത്തതിനാൽ ജനം വർദ്ധിച്ചു പെരുകും. ഇതര ഗോളങ്ങളെ മനുഷ്യവാസമുള്ളതാക്കി തീർക്കും. ദുഷ്ടമൃഗങ്ങളോ വിളകൾ നശിപ്പിക്കുന്ന ദുഷ്ടജീവികളോ കാണുകയില്ല. കുരുടനോ മുടന്തനോ ഊമനോ അംഗഹീനനോ അവിടെ ഇല്ല. യെശയ്യാവ് 35-ാം അധ്യായം 1 മുതൽ 9 വരെ വായിക്കുക. എല്ലാവരും മാൻകുട്ടിയെപ്പോലെ തുള്ളിച്ചാടി സന്തോഷിക്കും. അടുത്തതായി, യാതൊരു ദുഷ്ടമൃഗവും അവിടെ കാണുകയില്ല. യെശയ്യാവ് 35-ാം അധ്യായം 9-ാം വാക്യം, 65-ാം അധ്യായം 25-ാം വാക്യം. സഹസ്രാബ്ദ വാഴ്ചയിൽ പുതുക്കപ്പെട്ട ഭൂമിയിൽ ഉണ്ടായിരുന്നതുപോലെ തന്നെ ഈ പുതുവാന ഭൂമിയിലും ദുഷ്ടമൃഗങ്ങൾ ഉണ്ടായിരിക്കുകയില്ല. സിംഹവും ആട്ടിൻകുട്ടിയും പുള്ളിപ്പുലിയും കോലാട്ടുകൊറ്റനും പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും എല്ലാം ഒന്നിച്ചു വസിക്കും. ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞിരിക്കിയാൽ ആർക്കും ഒരു ദോഷവും ചെയ്യുകയില്ല. യെശയ്യാവ് 11-ാം അധ്യായം 6 മുതൽ 16 വരെ വായിക്കുക. സക്കറിയാവ് 14:8. ഈ വചനങ്ങളിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. മൃഗങ്ങളെല്ലാം സസ്യബുക്കുകളായിരിക്കും. 6, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പുതുവാന ഭൂമിയിൽ ഇല്ല. 10,000 സൂര്യ ചന്ദ്ര നക്ഷത്രാദികളുടെ ശോഭയെ വെല്ലുന്ന സൗന്ദര്യത്തിന്റെ പൂർണ്ണതയാർന്ന മഹത്വത്തിന്റെ രാജാവും തേജോമയനുമായ നമ്മുടെ കർത്താവും ശോഭാപരിപൂർണയായ സഭയാം കാന്തയും സ്വർഗത്തിലെ സകല വിശുദ്ധന്മാരും സ്വർഗീയ സൈന്യങ്ങളും നിറഞ്ഞു നിൽക്കുന്നതും 12 വിധ രത്നക്കല്ലുകളാൽ അടിസ്ഥാനമിട്ട് പല നിറങ്ങളാൽ ശോഭിച്ച് ജ്വലിച്ചു നിൽക്കുന്ന പുതിയ യെരൂശലേം എന്ന നഗരത്തിന്റെ വെട്ടിത്തിളങ്ങി ശോഭിച്ചു നിൽക്കുന്ന ആ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശത്തിന്റെ മുന്നിൽ സൂര്യന്റെയോ ചന്ദ്രന്റെയോ നക്ഷത്രങ്ങളുടെയോ ആവശ്യം അവിടെ ഇല്ല. 10,000 സൂര്യ ചന്ദ്ര നക്ഷത്രാദികളുടെ പ്രകാശം പോലെ സ്വയം ജ്വലിച്ച് പ്രകാശിച്ചു കൊണ്ടിരിക്കും.
അടുത്തായി പുതിയ ഭൂമിയിൽ ആരാണ് പാർക്കുന്നത്? 3 തരം കൂട്ടരാണ് പുതിയ ഭൂമിയിൽ പാർക്കുന്നത്. ഒന്ന്, യഹൂദന്മാർ. ക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ചയിൽ പാർത്തിരുന്ന യഹൂദന്മാർ മുഴുവനും പുതിയ ഭൂമിയുടെ കനാൻ ദേശത്ത് പാർക്കും. ഓരോ ഗോത്രത്തിനും ദേശം അളന്നു നൽകും. യെഹെസ്കേൽ 47 അധ്യായം 18 വാക്യം. അവർ ഒരു കിരീടത്തെ പോലെ ശോഭിക്കും. സഖര്യാവ് 9 അധ്യായം 16 വാക്യം. അബ്രഹാമിന്റെ സന്തതികളായ ഇവർ ദൈവത്തിന് സ്വന്തം ജനമായിരിക്കും. ഇവർ തേജസ്കരിക്കപ്പെടാത്ത മനുഷ്യരാകയാൽ സന്താനപുഷ്ടിയുള്ളവരായി കനാൻ ദേശം നിറയപ്പെടും. യെരൂശലേമിൽ ഒരു ദേവാലയം ഉണ്ടായിരിക്കും. യെഹെസ്കേൽ 37:26. സാദോക്കിന്റെ പുത്രന്മാർ പുരോഹിതന്മാരായിരിക്കും. യെഹെസ്കേൽ 48:11, 44:15. അവർ ഇനി, അതായത് ഈ ഇസ്രായേൽ എന്ന യഹൂദരെന്നിങ്ങനെ 2 വർഗങ്ങളുണ്ടായിരുന്നു. ഇനി അവർ 2 അല്ല, ഏകജാതിയായിരിക്കും. ദൈവത്തിന്റെ ദാസനായ ദാവീദ് അവർക്ക് രാജാവും അവർക്ക് പ്രഭുവായിരിക്കും. കൂടുതലായി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ യെഹെസ്കേലിന്റെ പുസ്തകം 37 അധ്യായം 21 മുതൽ 28 വരെ വായിക്കുക. അതുപോലെ ഇരമ്യാവ് 66:12 മുതൽ 23 വരെ വായിക്കുക. അടുത്ത 2ാമത്തെ കൂട്ടർ ജാതികൾ. 1000 ആണ്ട് വാഴ്ചയിൽ വെളിംപ്രദേശത്ത് പാർത്തിരുന്ന ജാതികൾ ഈ പുതിയ ഭൂമിയിൽ പാർക്കുന്നതാണ്. ഇവർ തേജസ്കരിക്കപ്പെടാത്ത മനുഷ്യരാകയാൽ ഇവരും സന്താനപുഷ്ടിയുള്ളവരായി പുതിയ ഭൂമിയിൽ നിറയും. ഇവർ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ ആരാധിക്കും. ഫിലിപ്പിയർ 2:10. ഇവർ കനാൻ ദേശം വിട്ട് വെളിംപ്രദേശമായ സാമാന്യ ഭൂമിയിൽ പാർക്കും. യെരൂശലേം നഗരം നടുവിലും വെളിംപ്രദേശമായ സാമാന്യ ഭൂമി നഗരത്തിന് വടക്ക് ഭാഗത്തും കിഴക്കേ അരിക് പ്രഭുവിനുള്ളതും കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ശേഷം ഗോത്രങ്ങൾക്കും കനാൻ ദേശത്തിനും സാമാന്യ ജനം പാർക്കുന്ന സാമാന്യ ഭൂമിക്കും മധ്യേ യെരൂശലേം എന്ന വിശുദ്ധ നഗരവും ആയിരിക്കും. യഹോവയായ ദൈവമായ കർത്താവ് ഇവരുടെ മധ്യേ പാർക്കും. വിശദമായി പഠിക്കുവാൻ യെഹെസ്കേലിന്റെ പുസ്തകം 48 അധ്യായം വായിക്കുക. ആലയത്തിൽ യാഗങ്ങളുണ്ടായിരിക്കും. യെഹെസ്കേൽ 46 അധ്യായം. എല്ലാവരും ദൈവമായ യഹോവയെ ആരാധിക്കും. ഒരു പട്ടണത്തിലെ ജാതികൾ മറ്റൊരു പട്ടണത്തിൽ ചെന്ന്, വരുവീൻ, നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടതിനും യഹോവയെ അന്വേഷിക്കേണ്ടതിനും യെരൂശലേമിലേക്ക് പോകാം എന്ന് പറയും. യഹൂദന്റെ വസ്ത്രത്തിന്റെ അഗ്രം പിടിച്ച്, ഞങ്ങളും യഹോവയെ ആരാധിപ്പാൻ കൂടെ വരുന്നു എന്ന് പറയും. ആരെങ്കിലും യഹോവയെ ആരാധിക്കുന്നതിൽ വിസമ്മതിക്കുകയോ കൽപ്പന ലംഘിക്കുകയോ ചെയ്താൽ ഇരുമ്പ് കോൽ കൊണ്ട് അവരെ ഭരിക്കും. വെളിപ്പാട് 12:5, 19:15, 2:12 ഇവ വായിക്കുക. യഹൂദന്മാർക്കിടയിലുള്ളതുപോലെ തന്നെ ജാതികളുടെ ഇടയിലും അവർക്കായി മാനുഷ്യരാജാക്കന്മാരുണ്ട്. ഇവർ യെരൂശലേമിൽ കാഴ്ചകളെ കൊണ്ടുവരും. ഇവരുടെ മേൽനോട്ടം വഹിച്ചുകൊണ്ട് തേജസ്കരിക്കപ്പെട്ട വിശുദ്ധന്മാർ നയിക്കും. ഇവരുടെ എല്ലാം മേൽനോട്ടം വഹിച്ചുകൊണ്ട് തേജസ്കരിക്കപ്പെട്ട കാന്തയാം സഭ ഇവരെ ഭരിച്ചു നടത്തും. ഇവർക്കെല്ലാം മീതെ രാജാക്കന്മാരുടെ രാജാവായി, സർവഭൂമിയുടെയും രാജാവായി, മഹാരാജാവായ കർത്താവായ യേശു ക്രിസ്തു രാജാതി രാജാവായി ലോകത്തെ ഭരിക്കും. അവൻ സർവഭൂമിക്കും മീതെ മഹാരാജാവ് തന്നെ. അടുത്ത 3ാമത്തെ കൂട്ടർ ക്രിസ്തു സഭയാണ്. ക്രിസ്തുവിന്റെ കാന്തയാം സഭ പുതിയ യെരൂശലേമിൽ, ആ പുതിയ യെരൂശലേം നഗരത്തിൽ ക്രിസ്തുവിനോട് കൂടെ വസിക്കും. യെരൂശലേം ആണ് ആ പുതിയ ഭൂമിയിലെ ആസ്ഥാനം. അവിടെ ക്രിസ്തുവിനോട്, അവിടെയാണ് പുതിയ യെരൂശലേം നഗരം സ്വർഗത്തിൽ നിന്ന്
ഇറങ്ങി വരുന്ന സ്ഥലം. ആ പുതിയ യെരൂശലേം നഗരത്തിൽ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൻ്റെ സഭ പാർക്കുന്നതായിരിക്കും. തേജസ്കരിക്കപ്പെട്ട വിശുദ്ധന്മാരും മുദ്രയേറ്റ 144,000 പേരും രക്തസാക്ഷികളായ വിശുദ്ധന്മാരും തേജസ്കരിക്കപ്പെടാത്തവരാകയാൽ യെരൂശലേം നഗരത്തിലെ തേജസ്കരിക്കപ്പെട്ടവരാകയാൽ, അതായത് ക്രിസ്തുവിൻ്റെ കാന്തയാം സഭ പുതിയ യെരൂശലേമിൽ ക്രിസ്തുവിനോട് കൂടെ വസിക്കും. തേജസ്കരിക്കപ്പെട്ട വിശുദ്ധന്മാരും മുദ്രയേറ്റ 144,000 പേരും രക്തസാക്ഷികളായ വിശുദ്ധന്മാരും ഇവർ തേജസ്കരിക്കപ്പെട്ടവരാകയാൽ യെരൂശലേം നഗരത്തിലെ 12 ഗോപുരങ്ങളിലായി അവരവരുടെ ഗോത്രപിതാക്കന്മാരോടൊപ്പം ക്രിസ്തുവിനോട് സഭയോടും കൂടെ വാഴും. ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം. വെളിപ്പാട് 21:3. ഇവർ ക്രിസ്തുവിനും സഭയ്ക്കും സ്നേഹിതന്മാരും തോഴ്മക്കാരുമായി കൂടെ വാണ് ലോകത്തെ ഭരിക്കും. പുതിയ ആകാശം ദൂതന്മാരാൽ നിറഞ്ഞ് ശോഭിക്കും. ഇപ്രകാരം ഇന്നുള്ളതുപോലെ തന്നെ ക്രിസ്തു സഭയും യഹൂദന്മാരും ജാതികളും എല്ലാ കാലത്തും ആ പുതിയ ഭൂമിയിലും ഉണ്ടായിരിക്കുന്നതാണ്. ജാതികളും യഹൂദന്മാരും ഭൗമ ശരീരമുള്ളവരായിരിക്കും. അതിനാൽ ഭൗമ ശരീരമുള്ളവരാകയാൽ ഇവർ പെറ്റുപെരുകി ഭൂമിയെ നിറയ്ക്കും. ക്രിസ്തു സഭയും വിശുദ്ധന്മാരും സ്വർഗീയ ശരീരമുള്ളവരാകയാൽ ദൂതന്മാരെ പോലെ ആയിരിക്കും. ആവശ്യമുള്ളപ്പോൾ മനുഷ്യ ശരീരമെടുത്ത് ഭൂമിയിൽ വരാനും അപ്രത്യക്ഷപ്പെടുവാനും മിന്നൽ വേഗതയിൽ സഞ്ചരിക്കുവാനും കഴിയും. അതിനാൽ ഭൂമിയിലെ ജനങ്ങൾക്ക് ഇവർ ആശ്ചര്യമായിരിക്കും. കർത്താവിന് സ്തോത്രം. എൻ ഭവനം മനോഹരം, എന്താനന്ദം വർണ്യാതീതം സമ്മോദകം. ദൂതമേഘപ്പാളിയിൽ ദൂരെ താരപാദവീചിയിൽ ദൂത വൃന്ദങ്ങൾ സമ്മോദരായി പാടിയിടും സ്വർഗവീഥിയിൽ. പൊന്മണിമേടകൾ മിന്നുന്ന ഗോപുരം 10 രത്നക്കല്ലുകളാൽ തീർത്തത മന്ദിരം. കണ്ടൻ കണ്ണുകൾ തുളുമ്പിടും ആനന്ദാശ്രു പൊഴിച്ചിടും. എന്ത് പ്രകാശിതം, എന്ത് പ്രശോഭിതം. ഹല്ലേലൂയ പാടി ശുദ്ധരേവം ആലയം പൂരിതം. നാമം പാടിടും ആ കൂട്ടത്തിൽ ലയിച്ചിടും യുഗായുഗേ. എൻ ഭവനം മനോഹരം, എന്താനന്ദം വർണ്യാതീതം സമ്മോദകം. ആമേൻ. പ്രൈസ് ഗോഡ്. സ്തോത്രം.